വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ക്രിസ്മസിനെടുത്ത ഒരു വ്ളോഗ് അതെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ക്രിസ്മസിന് ചർച്ചിലൊക്കെ പോയി നമ്മൾ പ്രെയർ ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്നു. പെട്ടെന്ന് യൂട്യൂബെല്ലാം പെട്ടെന്ന് എനാബിൾഡായി, എന്നാണെന്നറിയില്ല. ഒത്തിരി ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെയും ഒന്ന് ഓണായി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ റീസെറ്റ് ചെയ്തപ്പോൾ അതെല്ലാം പോയി. കിളിയെ കാണുന്നില്ലേ? നമ്മുടെ കിളിയല്ലിത്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് അവരുടെ കിളിയാണിത്. അപ്പോൾ അവർ നാട്ടിൽ പോയപ്പം, വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ നമുക്ക് കൊടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണ്. ഇതിനകത്തൊരു വെളിയിലൊരു ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ അകത്തുനിന്ന് അതിന് കയറാം. രണ്ടുപേരും ഇറങ്ങത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ അനക്കിയപ്പം ഇറങ്ങി വന്നതാണ് രണ്ടുപേരും. വെള്ളമൊക്കെ അതിനകത്ത് ഇതിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ വെള്ളവും ഒന്നിൽ ഫുഡും ആണ്. രാവിലെ ആകുമ്പോൾ രണ്ടുപേരും ഫസ്റ്റ് പരിചയമില്ലായിരുന്നല്ലോ. രാവിലെ ആകുമ്പോൾ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ സൗണ്ട് വെക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുമായിട്ട് ഇണങ്ങിയത്. അപ്പം ഇതും അവരുടെയാണ് രണ്ടും. ഇത് ഫൈറ്ററാണ്. നല്ല രസമില്ല കാണാൻ. നമ്മുടെ കുറച്ച് മീൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ മീനാണ്. അത് വിഷുവിൽ നിന്ന് വാങ്ങിച്ചാണിത്. ഇത് വന്നിട്ട് നമ്മളല്ലാതെ വാങ്ങിച്ചതാണ്. ഈ 4 പീസ് ഉണ്ടായിരുന്നത്. അപ്പം ഇത് കറക്റ്റ് ഒരു വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ട് ഇതോടെ മാച്ചാകുന്നില്ല. തൽക്കാലത്തേക്കിന് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ മോള് വരച്ച എല്ലാവരും സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സൺഡേ എന്താണ് ഇന്ന് നിങ്ങളുടെ എനിക്ക് സൺഡേ ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലൊന്നും ഇല്ല. ഇന്ന് കുറച്ച് വൻപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊക്കെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ ഓരോ ഇതായിരിക്കും, ഓരോ നോൺ വെജ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം എന്തൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മുടെ കോമ്പൗണ്ടിൽ ഇന്ന് ആരും ഇല്ല. എല്ലാവരും ക്രിസ്മസിൻ്റെ അവധിക്ക് നാട്ടിൽ പോയതാണ്. 2 ഫാമിലിയേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. നല്ല വെയിലാണ്. സൺഡേ ആയതുകൊണ്ട് അധികം ആളൊന്നും ഇല്ല റോഡിൽ. ക്രിസ്മസിന് ഇട്ട സ്റ്റാറാണ്. അപ്പോൾ അതിനിപ്പോൾ ന്യൂ ഇയർ വരെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ സ്റ്റാറായത്. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയായിരുന്നു. ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ചെറിയ ക്രിസ്മസ് ട്രീയാണ്. അപ്പം അതിൽ നല്ല രസമില്ലേ കാണാൻ. സ്റ്റാറൊക്കെ ഇപ്പം നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആയി.
അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ച് കോലമൊക്കെ ഇടും. ഇന്ന് ഹാപ്പി ന്യൂ ഇയർ രാവിലെ നമ്മൾ നൈറ്റാണ്. നൈറ്റ് നമ്മളൊരു 2024 മണി ആകുന്നതിന് മുമ്പേ നല്ല വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ സായിബാബയായത് കുറേ കണ്ടിന്യൂസ് ആയ കുറേ സുഖങ്ങളും ചിലപ്പോൾ നമ്മുടെ ഒരു നേരത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ നൈറ്റ് നമ്മൾ രാവിലെ ഞാൻ ഇന്നലെ 12 മണി ആയപ്പോഴേ ബൈബിളൊക്കെ കുറച്ച് ബൈബിൾ വായിച്ചു. പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഒരു പുതിയ ഒരു ദിവസത്തിൻ്റെ ഒരു തുടക്കമല്ല 12 മണിയായപ്പോൾ. രാവിലെ ഞങ്ങൾ നല്ലതായിരിക്കും അമ്പലത്തിൽ പോവാണ്. ന്യൂ ഇയർ രാവിലെയാണ് ഇന്നലെ. അപ്പം നമ്മൾ രാവിലെ തമിഴ്നാട്ടിലെല്ലാം പ്രത്യേകിച്ച് നമ്മൾ കണ്ടില്ല. അപ്പോൾ രാവിലെ അങ്ങനെ പുതുവർഷം വരുമ്പോൾ ഇങ്ങനെ നോക്കുവാണ്. കോലം ഇടും ന്യൂ ഇയർ ഇട്ടത്. നമ്മുടെ കോമ്പൗണ്ടിൽ ഒരാൾ ഇട്ടതാണ്. നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. എല്ലാ തമിഴ് വീടുകളിലും ഇങ്ങനെ കോലം ഇട്ടിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്ര ഒരു നല്ല വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പുറത്ത് പോകാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് അത് കുറേ കണ്ടിന്യൂസ് ആയ കുറേ ദുഃഖങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഒരു നേരത്തിൻ്റെ ആയിരിക്കും. രാവിലെ ഞാൻ ഇന്നലെ 12 മണി ആയപ്പോഴേ ബൈബിളൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രാർത്ഥിച്ചു രാത്രിയിൽ 12 മണിയായപ്പം പ്രാർത്ഥിച്ചു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പം ഇന്നലെ ഇവിടെ തമിഴ്നാട്ടിലെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെ പുതുവർഷം വരുമ്പോൾ ഇങ്ങനെ കോലം ഇടും. ഇങ്ങനെ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്, പുതുവർഷമാണ്. അപ്പം അങ്ങനെ ഒരു 2024 അത്ര ഒരു നല്ല വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ എന്തോ കുറേ കണ്ടിന്യൂസ് ആയ കുറേ ദുഃഖങ്ങളും ചിലപ്പോൾ നമ്മുടെ ഒരു നേരത്തിൻ്റെ ആയിരിക്കും. രാവിലെ ഞാൻ ഇന്നലെ 12 മണി ആയപ്പോഴേ ബൈബിളൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രാർത്ഥിച്ചു രാത്രിയിൽ 12 മണിയായപ്പം പ്രാർത്ഥിച്ചു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പം ഇന്നലെ ഇവിടെ തമിഴ്നാട്ടിലെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെ പുതുവർഷം വരുമ്പോൾ ഇങ്ങനെ കോലം ഇടും. ഇങ്ങനെ നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇത് പെരുമാണല്ലൂർ തിരുപ്പൂർ പെരുമാണല്ലൂരുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. കൊണ്ടാത്തമ്മൻ കോവിലെന്ന് പറയും. അപ്പം ഞങ്ങൾ വന്നപ്പോഴേ നിറയെ ആളാണ്. ഇന്നത്തെ ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ വരും. ഭയങ്കര ആളാണ്. அப்படி போடுமாமா?
എപ്പം ഓടുവാണല്ലേ? അപ്പോൾ ഈ കാണുന്നത് അവിടെ ആഴി കൂട്ടുന്ന ഈ കനലിൽ കൂടെ നമ്മൾ നടക്കത്തില്ലേ, ഇങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കാറില്ലേ, അപ്പോൾ അതാണ്. ഇത് കറുപ്പസ്വാമിയുടെ അമ്പലമാണ്, ക്ഷേത്രത്തോട് ചേർന്നുള്ള. പിന്നെ അവിടെ നമുക്ക് പോകുന്നവർക്ക് എപ്പോഴും അവിടെ മോരും വെള്ളം കൊടുക്കും. അതാണ് നമ്മൾ വാങ്ങി ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോൾ നല്ല മോരും വെള്ളമാണ് എപ്പോഴും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും അമ്പലമുള്ള ദിവസങ്ങളിൽ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഫുഡുണ്ടാകും, ടോക്കൺ എടുക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വേറൊരു കോവിൽ അവിടെ തന്നെ ഇന്ന് ഫുള്ള് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് തന്നെ വിചാരിച്ചു. പുതിയ ഒരു തുടക്കമല്ലേ. അപ്പോൾ ഞങ്ങൾ വഴിയിൽ കണ്ട പിള്ളേരോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ കോലം ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. നമ്മൾ ഓരോ രീതിയിലാണ് കോലം ഇട്ടിരിക്കുന്നത് ഓരോ വീടിൻ്റെ മുമ്പിലും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് ഈശ്വരൻകോവിലാണ്. ഈശ്വരൻകോവിൽ ഇവിടെ അടുത്ത് തന്നെ, ഈ കൊണ്ടാത്തമ്മൻ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഈശ്വരൻകോവിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പെരുമാൾ, ഈ കാണുന്നതാണ് പെരുമാൾ ക്ഷേത്രം. അപ്പോൾ രണ്ടും തൊട്ടടുത്ത് തന്നെയാണ്. ഈ അടുത്തിടയ്ക്കാണ് ഈശ്വരൻകോവിൽ പുതുക്കിയെല്ലാം പണിതത്. അപ്പം നമ്മളവിടെ കുറച്ച് നേരം നടയടയ്ക്കാറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാണുന്നത് അയ്യപ്പൻ അമ്പലമാണ് തിരുപ്പൂരിലുള്ള. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ തൊഴാനൊന്നുമുള്ള ടൈം കിട്ടിയില്ല, ഉച്ചയായി. അപ്പോൾ നമ്മൾ നല്ല സദ്യ ഉണ്ടായിരുന്നു അവിടെ, പായസം അടക്കം. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വ്ലോഗുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ.